Good morning, students. +1 Commerce and Humanities സ്റ്റുഡൻസിന് പഠിക്കേണ്ട ഒരു പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. 9 ചാപ്റ്റേഴ്സാണ് ഈ ഒരു പേപ്പറിലുള്ളത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. ഈ പേപ്പറിൻ്റെ പേര് നിങ്ങൾക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സും ഇൻ്റർറിലേറ്റഡ് ആയ സബ്ജക്ട്സാണ്. സാംഖ്യികം എന്നാണ് മലയാളത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് പറയുക. ഇക്കണോമിക്സ് നിങ്ങൾക്കറിയാം, സാമ്പത്തിക ശാസ്ത്രം. സോ ബോത്ത് ദീസ് സബ്ജക്ട്സ് ആർ ഇൻ്റർറിലേറ്റഡ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്, സ്കോപ്പ്, ഇതൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ, വൈ വി സ്റ്റഡി ഇക്കണോമിക്സ്, എന്തിനാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് വൈ വി സ്റ്റഡി ഇക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ആൽഫ്രഡ് മാർഷൽ ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. മനുഷ്യൻ്റെ സാധാരണ ജീവിത വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രത്തെ നിർവഹിച്ചത്. ആ നിർവചനം ഞാനിവിടെ ഒന്ന് നോട്ട് ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. മനുഷ്യൻ്റെ സാധാരണ ജീവിത വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം. ആദ്യം നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്ന് അനലൈസ് ചെയ്യണം. ഈ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ആൽഫ്രഡ് മാർഷലിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ജീവിത വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഈ മനുഷ്യൻ്റെ ജീവിത വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വെൻ വി ബൈ ഗുഡ്സ് വി ആർ കൺസ്യൂമർ. വെൻ വി ബൈ ഗുഡ്സ് വി ആർ കോൾഡ് കൺസ്യൂമേഴ്സ്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഉപഭോക്താവ് എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. ഓക്കെ. സോ വെൻ വി സെൽ ഗുഡ്സ്, നമ്മൾ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? വി ആർ നോൺ ആസ് സെല്ലേഴ്സ്. സാധനങ്ങൾ വിൽക്കുമ്പോൾ സെല്ലേഴ്സ് എന്ന് വിളിക്കുന്നു. സപ്പോസ് വി ആർ മാനുഫാക്ചറിങ് ഗുഡ്സ് ഓർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, നമ്മൾ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വി ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ. ചില ഘട്ടങ്ങളിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്ത് പ്രതിഫലം വാങ്ങുന്ന അവസ്ഥകൾ വരാം. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നു. ശമ്പളമായിട്ടോ കൂലിയായിട്ട് ഒക്കെ നമ്മൾ പ്രതിഫലം വാങ്ങുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് എംപ്ലോയി, ജോലിക്കാരൻ. മറ്റു ചിലപ്പോൾ നമ്മൾ വേതനം നൽകി മറ്റൊരാളെ ജോലിക്ക് നിർത്തുന്നു. വേതനം നമ്മൾ കൊടുക്കുന്നു, അവർ ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഘട്ടത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് എംപ്ലോയർ. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നു.
കൺസ്യൂമേഴ്സ് ആർ ദോസ് ഹു ബൈ ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. When we sell goods, we are called sellers. When we produce goods, we are known as producers. Or when we work under a person and get salary for that work, we are called as employee. And when we give work to a person, അപ്പോൾ നമ്മൾ എംപ്ലോയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദീസ് ആർ ഓൾ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതൊക്കെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നത് ധനപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. വി ആർ അണ്ടർടേക്കിംഗ് ഓൾ ദീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ്. ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നത്. ഇപ്പോൾ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നു. വലിയ വിലയുള്ള കടയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങാതെ വില എവിടെയാണ് കുറവെന്ന് നോക്കുന്നു. എ റാഷണൽ കൺസ്യൂമർ. അപ്പോൾ അവിടെ ധനപരമായ ഒരു നേട്ടമാണ്. സെല്ലേഴ്സ് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെല്ലേഴ്സ് ശ്രമിക്കുന്നത്. അവിടെയും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇടപെടുന്നത്. സി പ്രൊഡ്യൂസേഴ്സും കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പ്രൊഡ്യൂസേഴ്സ് ശ്രമിക്കുക. സോ ഓൾ ദീസ് പീപ്പിൾ ആർ എൻഗേജിങ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ്. ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. അപ്പം ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Economic activities are those activities which are undertaken for monetary benefits. ധനപരമായ നേട്ടത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആൽഫ്രഡ് മാർഷന്റെ ഡെഫിനിഷനിൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. മനുഷ്യന്റെ സാധാരണ ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഈ സാധാരണ ജീവിത വ്യവഹാരങ്ങൾ, ദാറ്റ് മീൻസ് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, സാധാരണ ജീവിത വ്യവഹാരങ്ങൾ എന്ന് പറയുന്നതാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, നമ്മൾ കണ്ട ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് മാൻ. മനുഷ്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രം. ഇനി നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? എക്കണോമിക് പ്രോബ്ലം. നമ്മൾ കൺസ്യൂമറിനെ ഉദാഹരണമാക്കി എടുക്കാം. കൺസ്യൂമർ കൺസ്യൂംസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആളാണ്. പക്ഷേ ഈ ഉപഭോക്താവിന് തനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ സാധിക്കുമോ? കൺസ്യൂമർ ഹാസ് സോ മെനി വാണ്ട്സ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഈ ഉപഭോക്താവിന്. ക്യാൻ ഹി സാറ്റിസ്ഫൈ ഓൾ ഹിസ് വാണ്ട്സ്? ഉപഭോക്താവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഉപഭോക്താവിന് സാധിക്കുമോ? സാധിക്കില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഉപഭോക്താവിന് വാങ്ങാൻ ഉള്ള ആ കഴിവ് ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഉപഭോക്താവിൻ്റെ കഴിവ് അഥവാ ഉപഭോക്താവിൻ്റെ വിഭവം, റിസോഴ്സ് എന്ന് പറയുന്നത് മണിയാണ്. സോ മണി ഈസ് ദ റിസോഴ്സ്. ഉപഭോക്താവിൻ്റെ വിഭവം ഇവിടെ പണമാണ്. ഈ പണം ഉപഭോക്താവിൻ്റെ കയ്യിൽ വേണ്ടുവോളം ഉണ്ടാവണമെന്നില്ല. ദിസ് വിൽ ബി ലിമിറ്റഡ്, അല്ലേ? പരിമിതമായിരിക്കും. പക്ഷെ ഉപഭോക്താവിൻ്റെ ആഗ്രഹം അപരിമിതവുമായിരിക്കും. വാണ്ട്സ് ആർ unlimited, but the resources
ആർ വെരി മച്ച് ലിമിറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് സാമ്പത്തിക പ്രശ്നം ഉത്ഭവിക്കുന്നത്. സാമ്പത്തിക എക്കണോമിക് പ്രോബ്ലം ഉപഭോക്താവിന് അവിടെയാണ് അറൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? ആ എക്കണോമിക് പ്രോബ്ലം ഉപഭോക്താവ് തനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വസ്തുക്കൾ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? വാങ്ങുകയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കി ഉപഭോക്താവ് കയ്യിലുള്ള വിഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പം വി ക്യാൻ സേ റിസോഴ്സസ് ആർ സ്കേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രശ്നമാണ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ആവശ്യങ്ങൾ അപരിമിതമാണെങ്കിലും വിഭവങ്ങൾ വളരെ പരിമിതമാണ്. പ്രൊഡ്യൂസേഴ്സിന്റെ കേസ് എടുത്താൽ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. പ്രൊഡ്യൂസേഴ്സ്, ടേക്ക് ദ കേസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ഒരു ഫാമറിനെ എക്സാമ്പിൾ ആക്കി എടുക്കാം. എക്സാമ്പിൾ ഫാമർ. ഈ ഫാമറിന്റെ വിഭവങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ റിസോഴ്സസ് ഓഫ് ഫാമർ? ഫാമറിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ്, വാട്ടർ, ഫെർട്ടിലൈസർ, ഇതെല്ലാമാണ് ഫാമറിന്റെ വിഭവങ്ങൾ. റിസോഴ്സസ് ഓഫ് ദ ഫാമർ: ലാൻഡ്, വാട്ടർ, ഫെർട്ടിലൈസർ, ലേബർ. ഈ ഫാമറുടെ കൈവശമുള്ള, കൃഷിക്കാരന്റെ കൈവശമുള്ള ഭൂമിയും വെള്ളവും വളവും അതുപോലെ സീഡ്സ്, വിത്തുകളും ഒക്കെ വളരെ പരിമിതമാണ്. ഇഷ്ടംപോലെ വെള്ളമില്ല, ഇഷ്ടംപോലെ ഭൂമിയില്ല കർഷകന്റെ കയ്യിൽ, ഇഷ്ടംപോലെ ഫെർട്ടിലൈസർ ഇല്ല, സീഡ്സ് ഇല്ല. സോ ഓൾ ദ റിസോഴ്സസ് ആർ വെരി മച്ച് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ഫാമറിന് വളരെ അധികം ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയില്ല. ഫാമറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം വീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ റിസോഴ്സസിന്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയും സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പരിമിതി ഫേസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എക്കണോമിക് പ്രോബ്ലം. അപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റിസോഴ്സിന്റെ സ്കേഴ്സിറ്റിയാണ്, വിഭവങ്ങളുടെ പരിമിതിയാണ്. അപ്പം എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു സമ്പദ്ഘടന, ഒരു രാജ്യം തന്നെ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. ഓക്സിജൻ ക്ഷാമം. ഇപ്പോൾ കോവിഡ് കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ് ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ക്ഷാമം. ഇഷ്ടംപോലെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, അതിനുള്ള വിഭവം രാജ്യത്തിൻ്റെ കൈവശമില്ല. ഹോസ്പിറ്റൽ ബെഡ്സിൻ്റെ അപര്യാപ്തത, വെന്റിലേറ്റേഴ്സിൻ്റെ അപര്യാപ്തത. യു സി, വാക്സിനേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. അപ്പം എവിടെയും വാക്സിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങളുടെ പരിമിതിയാണ് കാരണം. പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല അത്രത്തോളം. അപ്പം എവിടെയും വിഭവങ്ങളുടെ ഒരു ലിമിറ്റേഷനാണ്, വിഭവങ്ങളുടെ ഒരു പരിമിതിയാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു കാരണം മാത്രമാണ് കേട്ടോ. മറ്റൊരു കാരണം കൂടിയും ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിഭവങ്ങളുടെ സ്കേഴ്സിറ്റി മാത്രമല്ല, വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും ഈ സാമ്പത്തിക പ്രശ്നം ഉത്ഭവിക്കാൻ ഒരു കാരണമാണ്. നമുക്കറിയാം, സാമ്പത്തിക പ്രശ്നം ഉത്ഭവിക്കാൻ ഒരു കാരണം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ഒരു കാരണം. മറ്റൊരു കാരണം റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. വിഭവങ്ങൾക്ക് ബദൽ ഉപയോഗങ്ങളുമുണ്ട്.
ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഒരു ഫാമറിന്റെ കേസിനെ നമുക്ക് എടുക്കാം. ഫാമറിന്റെ വിഭവങ്ങൾ ലാൻഡ് ആണെന്ന് വിചാരിക്കും. റിസോഴ്സ് ലാൻഡ്. ഈ ലാൻഡ് ഉപയോഗിച്ച് ഫാമറിന് വേണമെങ്കിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു ഭക്ഷ്യവിള പ്രൊഡ്യൂസ് ചെയ്യാം, ഫുഡ് ക്രോപ്പ് വീറ്റ്. ഓക്കെ, ഇതേ ലാൻഡ് ഉപയോഗിച്ച് കർഷകൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു നോൺ ഫുഡ് ഐറ്റം, ഭക്ഷ്യേതര വിള. നോക്കൂ, ഈ ലാൻഡ് എന്ന വിഭവത്തിന് ഒരു ഉപയോഗം മാത്രമല്ല, വേണമെങ്കിൽ ഈ ലാൻഡിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാം കർഷകൻ. അപ്പം ഈ വിഭവത്തിന് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളതും സാമ്പത്തിക പ്രശ്നം ഉത്ഭവിക്കാൻ ഒരു കാരണമാണ്. അപ്പോൾ നമ്മളിവിടെ റിസോഴ്സസിന് സ്കേഴ്സിറ്റി മാത്രമല്ല അനുഭവപ്പെടുന്നത്, റിസോഴ്സസ് ആർ ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കുക. രാജ്യത്തിന് ലാൻഡ് ഉപയോഗിച്ച് ഭക്ഷണമാണ് സമൂഹത്തിന് ആവശ്യമെങ്കിൽ അവിടെ നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? വീറ്റ് പ്രൊഡ്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഒരേ സമയത്ത് തന്നെ നമുക്ക് വീറ്റും റബ്ബറും ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, റിസോഴ്സസ് ആർ വെരി മച്ച് സ്കേഴ്സ്. വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ഈ വിഭവങ്ങൾക്ക് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുണ്ട്, ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. റിസോഴ്സസ് ഓഫ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും നമുക്ക് വളരെയധികം പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ഘട്ടത്തിൽ എന്തു ചെയ്യും? നമ്മളൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും. We are forced to select from goods and services. വിവിധ വസ്തുക്കളും സേവനങ്ങളും ഏതാണോ വേണ്ടത്, ഏറ്റവും അർജൻ്റായിട്ടുള്ള ആവശ്യം ഏതാണോ, ഏത് ഉൽപ്പന്നമാണോ നമുക്ക് വേണ്ടത്, അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ യഥാർത്ഥത്തിൽ എക്കണോമിക്സ് എന്ന വിഷയം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ശാസ്ത്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് എക്കണോമിക്സിനെ വേറൊരു രീതിയിൽ കൂടി ഡിഫൈൻ ചെയ്യാം. എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ചോയ്സ്. തിരഞ്ഞെടുക്കലിൻ്റെ ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രം. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ചോയ്സ്. ഈ ചോയ്സ് വരാനുള്ള കാരണം നമുക്ക് വിഭവങ്ങൾ പരിമിതമായതുകൊണ്ടാണ്. അതുപോലെ വിഭവങ്ങൾക്ക് പലവിധ ആവശ്യങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. വിഭവങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമ്മൾ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏതാണോ ഏറ്റവും അടിയന്തരമായിട്ട് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ശാസ്ത്രം കൂടിയാണ് എക്കണോമിക്സ്. സോ വി ക്യാൻ ഡിഫൈൻ എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ചോയ്സ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് ആക്ടിവിറ്റീസിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. You know economic activities, what do you mean by economic activities? Economic activities are those activities which are undertaken for monetary benefits. ധനപരമായ നേട്ടത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എക്കണോമിക് ആക്ടിവിറ്റീസ് 3 എണ്ണമാണ്. വൺ ഈസ് കൺസംഷൻ, ഉപഭോഗം. കൺസ്യൂമർ ആണ് ഉപഭോഗം ചെയ്യുന്നത്.
ആ പ്രവൃത്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൺസംഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ, ഉൽപാദനം. തേർഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. യഥാർത്ഥത്തിൽ ഈ 3 ഹെഡിങ്ങുകളാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് മനസ്സിലാക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ 3. പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വൺ ഈസ് കൺസംഷൻ, സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉപഭോഗം, ഉൽപാദനം, വിതരണം. സോ ഫസ്റ്റ് നമ്മൾ ഈ കൺസംഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. The consumption deals with the study of the behavior of the consumer. ഉപഭോക്താക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് ആണ് നമ്മൾ കൺസംഷനിൽ മനസ്സിലാക്കുന്നത്. ഉപഭോക്താവ് തൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് വരുമാനം ഉപയോഗിച്ച് വസ്തുക്കളുടെ വില മനസ്സിലാക്കി എങ്ങനെയാണ് ഉപഭോഗം ചെയ്യുന്നത് എന്നാണ് നമ്മൾ കൺസംഷൻ മനസ്സിലാക്കുന്നത്. ദ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ. ലിമിറ്റഡ് ഇൻകം ഉപയോഗിച്ച് സാധനങ്ങളുടെ വിലയും അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ വസ്തുക്കൾ വാങ്ങുന്നു എന്നാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? കൺസംഷനിൽ പഠിക്കുന്നത്. കൺസ്യൂമറുമായി ബന്ധപ്പെട്ടതാണ്. റിലേറ്റ്സ് ടു കൺസ്യൂമർ. പ്രൊഡക്ഷനിൽ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറുടെ ബിഹേവിയറാണ് അവിടെ മനസ്സിലാക്കുന്നത്. ദ ബിഹേവിയർ ഓഫ് പ്രൊഡ്യൂസർ. ഏറ്റവും ചുരുങ്ങിയ ഉൽപാദന ചെലവിൽ എങ്ങനെ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, വസ്തുവിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊഡ്യൂസറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം വസ്തുവിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്ഷനിൽ മനസ്സിലാക്കുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു ദ ബിഹേവിയർ ഓഫ് പ്രൊഡ്യൂസർ. നെക്സ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ഈ ഡിസ്ട്രിബ്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനം എങ്ങനെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ ജനങ്ങൾക്കിടയിൽ ഈ നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ? അതായത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇങ്ങനെയാണ് നമ്മൾ രാജ്യത്തിന് ലഭിക്കുന്ന ദേശീയ വരുമാനം എല്ലാ ജനങ്ങൾക്കിടയിലും എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. റെന്റ് ഭൂമിയുടെ വാടക എന്നാണ് പറയുന്നത്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന, അവർ ജോലി ചെയ്യുന്നതിന് കൊടുക്കുന്ന പ്രതിഫലം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിന് കൊടുക്കുന്ന പ്രതിഫലം. അതുപോലെ തന്നെ പ്രോഫിറ്റ് സംഘാടകന് കൊടുക്കുന്ന പ്രതിഫലം. ഫാക്ടേഴ്സ് ഓഫ് ഉൽപാദന ഘടകങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അതേത് രീതിയിലാണെന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ മനസ്സിലാക്കുന്നത്. വിതരണത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ മനസ്സിലാക്കുന്നത്. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസ് പൊതുവേ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു: കൺസംഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ സ്റ്റഡി ഓഫ് എക്കണോമിക്സിൽ വരുന്നതാണ്. എക്കണോമിക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകളാണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം. ഇത് മാത്രമല്ല, രാജ്യം നേരിടുന്ന മറ്റനേകം സാമ്പത്തിക പ്രശ്നങ്ങൾ എക്കണോമിക്സ് പഠന വിധേയമാക്കുന്നുണ്ട്. ഉദാഹരണം, അബൌട്ട് പോവർട്ടി, ദാരിദ്ര്യത്തെക്കുറിച്ച്, അബൌട്ട് ഇലിറ്ററസി, നിരക്ഷരതയെക്കുറിച്ച്, എംപ്ലോയ്മെൻറ്റ്, തൊഴിലിനെക്കുറിച്ച്, ഇതിൻ്റെയൊക്കെ കണക്കുകൾ, ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇപ്പം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ദാരിദ്ര്യം. ഇപ്പം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് സാമ്പത്തിക വിദഗ്ധർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന വെല്ലുവിളികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കണക്കുകളും വസ്തുതകളും കൃത്യമായിട്ട് ലഭിക്കണം. ഫാക്ട്സ് വേണം. കൃത്യമായ ഫാക്ട്സ് നമ്പേഴ്സിൻ്റെ രൂപത്തിൽ ലഭിച്ചാൽ മാത്രമേ ഈ കടുത്ത വെല്ലുവിളികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എക്കണോമിക്സിന്. ഇപ്പം എക്കണോമിക്സുകളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ആക്ടിവിറ്റീസ്, കൺസംഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം വളരെ കൃത്യമായിട്ടും എല്ലാവർക്കും കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എല്ലാവർക്കും കൃത്യമായിട്ട് വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ഇൻഇക്വാലിറ്റി സംഭവിക്കും. വരുമാനത്തിൽ അസമത്വം രാജ്യത്തിന് ഉണ്ടാകും. അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രശ്നമാണ്. അപ്പം ആ വെല്ലുവിളികൾ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ മുന്നിലേക്ക് കൃത്യമായ വസ്തുതകൾ നമ്പേഴ്സിൻ്റെ രൂപത്തിൽ, സംഖ്യകളുടെ രൂപത്തിൽ ലഭിക്കുമ്പോൾ കൃത്യമായിട്ടും അത് ആ വെല്ലുവിളികളൊക്കെ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയം സാമ്പത്തിക ശാസ്ത്രത്തെ സഹായിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ കണക്കുകളുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ്, നമ്പേഴ്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. കൃത്യമായ ഫാക്ട്സ് നമ്പേഴ്സിൻ്റെ രൂപത്തിലേക്ക്, സംഖ്യകളുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് സാമ്പത്തിക പ്രശ്നം എക്കണോമിക്സുകൾക്ക് മനസ്സിലാക്കുവാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും സാധിക്കും. അവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ സഹായിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഏത് രൂപത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നും വാട്ട് ഈസ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു സബ്ജക്ട്സ്, ഇതെല്ലാമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.